കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മെജ്ജുകരെ അമ്മയുടെ സ്നേഹം നിറഞ്ഞ മക്കളും ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ ഇടപെടലുകളാണ് മെജ്ജുഗോരിയുടെ പ്രത്യക്ഷപ്പെടലിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. 1981 ജൂൺ മാസം 24 ആരംഭിച്ച പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗോരിയിലെ പ്രത്യക്ഷപ്പെടലുകൾ ഈ 2023 തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം വില ഈ പ്രത്യക്ഷപ്പെടലിനും ഈ പ്രത്യക്ഷപ്പെടലിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾക്കും നാം കൊടുക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം പ്രാധാന്യത്തോടെ ഈ പ്രത്യക്ഷപ്പെടലുകളെ നാം കാണേണ്ടിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ലോകത്തിന്നുവരെ ഒരു കാലഘട്ടത്തിലും ഇത്രയും നാളും നീണ്ട പ്രത്യക്ഷപ്പെടലുകൾ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ക്രമീകരിച്ചിട്ടില്ല. മെജ്ജുഗോരിയിൽ 40 വർഷങ്ങൾക്ക് മേലെ തുടർച്ചയായി ഇടതടവില്ലാതെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗോരിയിലെ ഈ പ്രത്യക്ഷപ്പെടലുകൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ ആഴ്ചകളിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമാണിത്. അന്ത്യനാളുകളിൽ ചുരുങ്ങിയ കാലമേ തനിക്ക് മുൻപിലുള്ളൂ എന്ന് തിരിച്ചറിയുന്ന സാത്താൻ മർദ്ദനവും ചതിയും വഞ്ചനയും ഉഗ്രപീഡനവും പരിശുദ്ധ കന്യകാമറിയത്തിനും അവളോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്കുമെതിരെ അഴിച്ചുവിടും. എന്നാൽ വലിയൊരു സൈന്യനിര തന്നെ തനിക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് രൂപപ്പെടുത്തും എന്ന് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ത്യനാളുകളിൽ സാത്താൻ മർദ്ദനവും വഞ്ചനയും ചതിയും ഈ ലോകത്ത് അഴിച്ചുവിടും. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ എതിർത്ത് നിൽക്കുവാൻ, സാത്താൻ്റെ തല തകർക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ വലിയൊരു സൈന്യനിരയെ തനിക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തുമെന്ന് വിൻസെൻ്റ് ഫെറർ പുണ്യാളൻ പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഏറ്റെടുക്കണം. പരിശുദ്ധ അമ്മയുടെ ആ സൈന്യനിരയിൽ അംഗങ്ങളാകുവാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സൈന്യനിരയെ പരിശുദ്ധ അമ്മ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമ്മയുടെ ഈ സൈന്യനിരയിൽ അംഗങ്ങളാകുവാൻ നാം ആഗ്രഹിക്കണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കും. സാത്താൻ
നമുക്കെതിരെ വച്ചിരിക്കുന്ന കെണികൾ ഛിന്ന ഭിന്നമാക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ സൈന്യനിരയിൽ നമ്മൾ അംഗങ്ങളാകുമ്പോൾ, അതിൽ അംഗങ്ങളാകണമെങ്കിൽ ഈ സാഹചര്യത്തെ നമ്മൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെയും സാഹചര്യത്തെയും തിരിച്ചറിയണം. എന്താണ് ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ സാത്താൻ ചെയ്യുക? നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. ദൈവ കരങ്ങളിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ദൈവ കൃപകളാണ് ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനും ഏത് പ്രലോഭനങ്ങളെയും തകർക്കുവാനും ഉള്ള ശക്തി നമുക്ക് നൽകുന്നത്. ദൈവകൃപകളാണ് നമുക്ക് സാത്താൻ്റെ കെണികളെ തകർക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സാത്താൻ വച്ചിരിക്കുന്ന ഒരു കെണി ഇതാണ്: ദൈവകൃപകൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ വഴികളെയും അടയ്ക്കുക. ദൈവകൃപകൾ നമ്മളിലേക്ക് കടന്നു വരാതിരിക്കുവാൻ പല രീതിയിലും അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ബലഹീനരായ മനുഷ്യർ തിന്മയ്ക്കെതിരെ പോരാടുന്നത്, തിന്മയെ തകർക്കുന്നത് ദൈവകരങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന ദൈവകൃപകൾ കൊണ്ടാണ്. ഈ കൃപകൾ അനുദിനം പ്രാർത്ഥനയിലൂടെയും ബലിയർപ്പണത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും ഉപവാസത്തിലൂടെയും പാപം ഉപേക്ഷിച്ചുള്ള ജീവിതത്തിലൂടെയും നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവകൃപകൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. എന്നാൽ സാത്താൻ വെച്ചിരിക്കുന്ന കെണി ഇതാണ്: അവൻ ഈ കൃപകൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങളിൽ അവൻ തടവിടും. അവൻ ഇന്ന് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് അഹങ്കാരം എന്ന പാപവും ലൈംഗിക മോഹങ്ങൾ എന്ന തിന്മയും ഈ ലോകത്തിൽ വിതച്ചുകൊണ്ട് ദൈവകൃപകൾ സ്വീകരിക്കുന്ന എല്ലാ മേഖലകളും അടയ്ക്കുവാൻ അവൻ പരിശ്രമിക്കുക. ഇത് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ഓരോരുത്തരും തിന്മയ്ക്കെതിരെ പോരാടുന്നതിന് വേണ്ടി. അവൻ ദിനരാത്രങ്ങൾ കാത്തിരുന്ന് ഒരവസരം ലഭിക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ഏതെങ്കിലും രീതിയിൽ ഈ പ്രകാരമുള്ള തിന്മയിൽ അടിപ്പെടുത്തുന്നതിന് വേണ്ടി ദിനരാത്രങ്ങൾ അവൻ കാത്തിരിക്കുവാൻ തയ്യാറാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ സമയത്ത് ഏതെങ്കിലും ഒരു ഇപ്രകാരമുള്ള തിന്മയിലേക്ക് നമ്മളെ കടത്തിവിട്ട് അന്ന് വരെ നാം പ്രാർത്ഥിച്ചും പരിശ്രമിച്ചും നേടിയ കൃപകൾ മുഴുവൻ നശിപ്പിക്കുക. ഇതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ ദിനരാത്രങ്ങൾ കാത്തിരിക്കും. അത് പ്രിയമുള്ള സഹോദരങ്ങളെ, സാത്താൻ്റെ ഈ കെണി, ഈ വഞ്ചനയെ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ഈ കാലഘട്ടത്ത് ജീവിക്കുവാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, സാത്താൻ ചില വ്യക്തികളിലൂടെ, ചില പ്രസ്ഥാനങ്ങളിലൂടെ, ചില മത സംഘടനകളിലൂടെ വഞ്ചനയും ചതിയും മാത്രം ഇന്ന് ലോകത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നിവ സാത്താൻ വെച്ചിരിക്കുന്ന കെണികളാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വഞ്ചനയുടെ, ചതിയുടെ കെണികൾ സാത്താൻ ഇന്ന് ഈ സമൂഹത്തിൽ വിരിച്ചിരിക്കുകയാണ്. ലവ് ജിഹാദിലൂടെ, നാർക്കോട്ടിക് ജിഹാദിലൂടെയും മറ്റു പല ജിഹാദുകളിലൂടെയും. ഇന്ന് എന്നെ ഏതെങ്കിലും മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ
വളർന്നു വരുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി സാത്താൻ്റെ ഈ ചതി, ഈ വഞ്ചന നിങ്ങളുടെ മക്കളുമായി നിങ്ങൾ സംസാരിക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് അനേകം കുട്ടികളും യുവതി യുവാക്കളും ഈ വഞ്ചനയ്ക്ക് അടിപ്പെട്ടു പോവുകയാണ്. 2-3 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ആദ്യം തന്നെ ലവ് ജിഹാദിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തികൾ, അവർ നമ്മുടെ കുട്ടികളുടെ, അത് കൊച്ചു കുട്ടികളായിക്കോട്ടെ, 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇവരുടെ മൊബൈൽ നമ്പറുകൾ ഇവർ കരസ്ഥമാക്കും. അതിനുശേഷം പല രീതിയിലുള്ള ടെസ്റ്റുകൾ ഇവർക്ക് വിടും. ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പിനുള്ള ടെസ്റ്റുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, അവരെ അംഗീകരിച്ചുകൊണ്ടും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുമൊക്കെയുള്ള പല വിധത്തിലുള്ള ഈ ഷുഗർ കോട്ടഡ്, മധുരം പൊതിഞ്ഞ ചില ടെക്സ്റ്റുകൾ. ഇതൊക്കെ ചിലപ്പോൾ സ്വീകരിച്ചു കഴിയുമ്പോൾ സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടികൾ, അത് ടീനേജ് കുട്ടികളുണ്ട്, അവർ ചിലപ്പോൾ അതിലും താഴെയുള്ള പ്രായത്തിലുള്ള കുട്ടികളുണ്ട്, സ്കൂളുകളിൽ പഠിക്കുന്നവർ, കോളേജിൽ പോകുന്നവർ, ജോലിയിൽ പ്രവേശിക്കുന്ന 10, 20, 22 വയസ്സ് പ്രായമുള്ളവർ പോലും ഈ ചതിക്കുഴിയിൽ വീണു പോയിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ ടെസ്റ്റുകൾ വരുമ്പോൾ ഒരു സൗഹൃദം അവർ ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കും. അന്യമതത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം മാതാപിതാക്കൾ അംഗീകരിക്കില്ല എന്ന ചിന്തയിൽ ഈ കുട്ടികൾ ഇത് വീട്ടിലൊരിക്കലും പറയില്ല. അങ്ങനെ ഒരു സൗഹൃദം ഇവൻ സ്ഥാപിച്ചെടുക്കാൻ പരിശ്രമിക്കും. അതിനുശേഷം ചില വ്യക്തികൾ എന്നോട് പങ്കുവെച്ച് ഓർക്കുകയാണ്, ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി അതിന് പുറത്തു വന്ന ചില യുവതി യുവാക്കൾ. ഇവർ ചോദിക്കുന്നത്, പിന്നീട് ഒരു സൗഹൃദത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുന്നു. അവരുടെ നഗ്നതയുടെ ചില വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പല രീതിയിലുമുള്ള ഒരു സൗഹൃദത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒരു ക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാത്താൻ ദിനരാത്രങ്ങൾ കാത്തിരുന്ന് ലൈംഗിക മോഹത്തിലേക്കും അഹങ്കാരത്തിലേക്കുമൊക്കെ നയിച്ച് എങ്ങനെയെങ്കിലും അന്നുവരെ ഈ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ആർജിച്ച കൃപകൾ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന സാത്താൻ ചില പ്രലോഭനങ്ങളിലൂടെ ഈ വ്യക്തികളുടെ ഈ ആവശ്യത്തോട് സഹകരിക്കുവാൻ ചില കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. അവരിത് ആരും അറിയാതെ എടുത്തു കൊടുക്കുന്നു. പിന്നീട് ഈ വീഡിയോസും ഈ പിക്ചേഴ്സും ഉപയോഗിച്ച് സാത്താൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായിരിക്കുന്ന ഈ വ്യക്തികൾ ഈ കുട്ടികളെ പല രീതിയിലും ബ്രെയിൻ വാഷ് ചെയ്ത് നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു. ഈ കെണിയിൽ അനേകം യുവതി യുവാക്കൾ ഇന്ന് വീണു പോകുന്നുണ്ട്. പിന്നീട് ഇവരെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ വിളിക്കുന്നു. ചില സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി ഇവര് ഗ്രൂപ്പുകളായി ഇവരെ പല രീതിയിലും ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു. ചില പ്രേമബന്ധങ്ങളൊക്കെ നടിച്ച് ചില സ്ഥലങ്ങളിലേക്ക് ചില യാത്രകൾക്കും വിനോദയാത്രകൾക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ യുവതി യുവാക്കൾ ഈ ചതിക്കുഴിയിൽ എളുപ്പത്തിൽ പെട്ടുപോകുന്നു. ഇനി മറ്റൊരു രീതി, ഇവർ ഓതിയും മന്ത്രം ചെയ്തുമൊക്കെ ചില ഭക്ഷണ സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ഇവർ ഫ്രണ്ട്സാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇത് വാങ്ങിച്ച് കഴിക്കുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി അവരുടെ ഒരു അന്ധമായി പോകുന്ന അവസ്ഥയിൽ എത്തപ്പെടുകയാണ്. ഈ ഭക്ഷണം ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആകാം, ചിലപ്പോൾ എന്തെങ്കിലും മധുരപലഹാരങ്ങളാകാം, ചില ഭക്ഷണങ്ങളാകാം. ഇത് ഓതിയും മന്ത്രം ചെയ്തുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ കുട്ടികൾ അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിനെ ബന്ധിച്ചിരുന്ന ഒരവസ്ഥയിൽ എത്തപ്പെടുന്നു. പിന്നെ അവർ മാതാപിതാക്കളും മറുതലിച്ച് നിൽക്കുന്ന സാഹചര്യമായി. പിന്നെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. പിന്നെ ഈ വ്യക്തിയുടെ കൂടെ പോകണം, ഈ വ്യക്തിയുടെ കൂടെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് മനസ്സിലുള്ളത്. അങ്ങനെ അവർ അന്ധരായി ഈ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നു. ചില വ്യക്തികൾ ഓതിയും മന്ത്രം ചെയ്തും ചില സമ്മാനങ്ങൾ, ചില ഗിഫ്റ്റ് ചില വ്യക്തികൾക്ക് കൊടുക്കുന്നു. തലയെ ചൂടാനും വീട്ടിൽ വയ്ക്കാനും മേശപ്പുറത്ത് വയ്ക്കാനും എന്നുള്ള രീതിയിൽ ചില
മന്ത്ര ചെയ്ത ചില കാര്യങ്ങളൊക്കെ തിന്മയെ ആവസിപ്പിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അവർ അത് സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നീട് അതിലേക്ക് വലിയൊരു ആകർഷണം ഇവർക്കുണ്ടാകുന്നു. അങ്ങനെ ഇവർ പറയുന്ന ഈ ലൗകികാദിൻ്റെ ഏജന്റുമാർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ നിർബന്ധിതരാകുന്നു. ഇതൊക്കെ രഹസ്യമായാണ് ചെയ്യുക, മറ്റാരും അറിയാതെ. അങ്ങനെ സാത്താൻ ഈ ലോകത്ത് വച്ചിരിക്കുന്ന വഞ്ചനയുടെ, ചതിയുടെ കെണികൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. 10-22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം ചിന്തിക്കാൻ പ്രായമായി, പഠനമൊക്കെ അത്യാവശ്യം കഴിഞ്ഞു, ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയം, മറ്റാരും അറിയാതെ ലൗകികാദിൻ്റെ ചില വ്യക്തികൾ ഇവളെ ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്യുന്നു, സൗഹൃദം സ്ഥാപിക്കുന്നു, ആരും അറിയാത്ത സ്ഥലങ്ങളിൽ പിന്നെ അവളെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന സാഹചര്യം പോലും എത്തപ്പെടുന്നു. കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടോ, മാതാപിതാക്കളുടെ ഈ കാര്യം പറയാനുള്ള മടി കൊണ്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില മന്ത്രങ്ങളുടെയോ ഓതി ഇവർക്ക് ലഭിച്ച ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചത് കൊണ്ടോ ഒക്കെ ഉണ്ടായിരിക്കും ചില മന്നത് കൊണ്ടോ, അന്ധത കൊണ്ടോ ഈ കുട്ടികൾ ഇതൊന്നും പുറത്തു പറയാതെ ഇവരുടെ ഇംഗിതത്തിന് സ്വയം വിട്ടുകൊടുക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും സാത്താൻ വച്ചിരിക്കുന്ന അവൻ്റെ വഞ്ചനയുടെ, ചതിയുടെ കെണിയാണ് ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും എന്നുള്ള കാര്യം നമ്മുടെ യുവജനങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അധികാരപ്പെട്ടവർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഇതൊന്നും ബാധിക്കില്ല നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നടക്കുന്ന കഴുകന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. അതിന് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മതാധ്യാപകര്, വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചർമാർ, സാറുമാർ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇപ്രകാരമുള്ള കഴുകന്മാരെക്കുറിച്ചും ഇപ്രകാരമുള്ള ചതിക്കുഴികളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം. ഒരു ഇടവക വികാരി ഇത് ഇടവകയിലുള്ള യുവജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തണം. നമ്മുടെയൊക്കെ രൂപതകളിൽ യൂത്ത് ഡയറക്ടർമാരുണ്ട്, അച്ഛന്മാരാകാം, സിസ്റ്റേഴ്സ് ആകാം. ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന യുവജനങ്ങൾ ഇന്ന് ഇപ്രകാരമുള്ള ചതിക്കുഴിയിൽ പെട്ടുപോകാതെ ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങൾ നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ രൂപതയിലുള്ള എല്ലാ യുവതികളും യുവാക്കന്മാർക്കും ലഭിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികൾ ഈ ചതിക്കുഴിയിൽ, ഈ വഞ്ചനയിൽ അനേകർ പെട്ടുപോകുന്നതിൻ്റെ കാരണം ചെറുപ്പം മുതലേ ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം ഉത്തരവാദിത്തപ്പെട്ടവർ കൊടുക്കാത്തത് കൊണ്ടാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാക്കൾക്കും നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ പ്രവർത്തിക്കുവാൻ. എൻ്റെ സഹോദരങ്ങളെ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഇന്ന് ഈ ലൗകികാദ്, നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ മാത്രമല്ല, ഇത് UK-യിലുണ്ട്, ഇത് അയർലൻഡിലുണ്ട്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, മറ്റ് സ്ഥലങ്ങളിലൊക്കെയുണ്ട്. ഇത് ലോകമെമ്പാടും അനുഭവിക്കുന്ന സാത്താൻ്റെ ചതിക്കുഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഇടവകയിലുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ രൂപതയിലുള്ള കുഞ്ഞുങ്ങളെ ഈ വഞ്ചനയുടെ ചതിക്കണിയിൽ പെട്ടുപോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും മതാധ്യാപകർക്കും മറ്റ് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്കുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ മടിക്കരുത്. മടിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവനും ആത്മാവുമായിരിക്കും. അതിന് ഉത്തരവാദി നിങ്ങളായി മാറും. അതുകൊണ്ട് എവിടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ അവസരം കിട്ടുന്നുവോ ആ സമയമെല്ലാം നിങ്ങൾ ഇതിന് ഉപയോഗിക്കണം. നമ്മുടെ യൂത്ത് ഗ്യാതറിങ്ങുകളും യൂത്ത് കൺവെൻഷൻസൊക്കെ നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ചതിക്കുഴികളെക്കുറിച്ചും വഞ്ചനയുടെ സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ബോധവാന്മാരാക്കണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കൾക്കും നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കണം. ഇത് പരിശുദ്ധ അമ്മ മെജൂറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്.
സാത്താൻ ലോകം മുഴുവനും വഞ്ചനയുടെ കെണികൾ ഒരുക്കിയിരിക്കുന്നു, ചതിക്കുഴികൾ ഒരുക്കിയിരിക്കുന്നു. അനേകര് അതിലേക്ക് വീണു പോകുന്നു. ഇതിലേക്ക് വീണു പോകാതിരിക്കുവാൻ ചെറുപ്പം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവജനങ്ങളെ ഇപ്രകാരമുള്ള ചതിക്കുഴികളെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തിൽ അവരെ വളർത്തണം. നമുക്കറിയാം, അടുത്ത കാലത്ത് ചില കൂട്ടുകാർ പോലും ഇപ്രകാരമുള്ള ചില പ്രത്യേക വിഭാഗങ്ങളിലുള്ള ചില കൂട്ടുകാർ അവർ സൗഹൃദം നടിച്ച് അവരുടെ കൂടെ അടുത്ത കടയിലൊക്കെ കൊണ്ടുപോയി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതിൽ മറ്റെന്തോ കാര്യങ്ങൾ ഇട്ട് കൂട്ടുകാരികളെ പോലും ചതിച്ച് എത്ര സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ യുവതലമുറയെ സാത്താൻ്റെ വഞ്ചനയിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും നമുക്ക് രക്ഷിക്കുവാനായി സാധിക്കുകയുള്ളൂ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നും സ്നേഹം നടിക്കുന്നവരെല്ലാം യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്നും കൂട്ടുകാരാണെങ്കിലും എന്ത് തന്നാലും വാങ്ങി ഭക്ഷിക്കരുത് എന്നും ആരുടെയും കൂടെ, വിളിക്കുന്നവരുടെ കൂടെ, സ്നേഹം നടിക്കുന്നവരുടെ കൂടെ അവിടെ ഇവിടെ ഇറങ്ങിപ്പോകരുതെന്നും ഉള്ള കാര്യം വ്യക്തമാക്കി പറഞ്ഞുകൊടുത്ത് നമ്മുടെ കൊച്ചുങ്ങളെ ചെറുപ്പം മുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വളർത്തിയില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ആത്മാവും ജീവനുമായിരിക്കുമെന്ന തിരിച്ചറിവ് മുതിർന്നവർക്കുണ്ടാകണം. ഇത് സാത്താൻ ലോകത്ത് വച്ചിരിക്കുന്ന കെണിയാണ്. അഹങ്കാരവും ലൈംഗിക മോഹങ്ങളും സാത്താൻ ദൈവകൃപകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഹങ്കാരത്തെയും ലൈംഗിക ചിന്തകളെയും ഒക്കെ ദൈവകൃപകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാ കുട്ടികൾക്കും, യുവതി യുവാക്കന്മാർക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജാഗ്രതയോടുകൂടി വർത്തിക്കണം. ഈ കാലഘട്ടത്തെ നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഒരുപാട് പ്രത്യാഘാതങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ സാത്താൻ ലോകം മുഴുവനും വഞ്ചനയുടെയും ചതിയുടെയും കെണികൾ വിരിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് സന്ദേശം നൽകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാത്താൻ്റെ കെണികൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പരാജയപ്പെടുത്തുവാനും തകർക്കുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളും കുടുംബം മുഴുവനും ഒന്നു ചേർന്ന് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ നിന്ന് കൃപകൾ സ്വീകരിച്ച് സാത്താൻ്റെ സകല പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തുവാനുള്ള ശക്തി നമുക്ക് സംഭരിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുട്ടികളും നമ്മുടെ യുവതലമുറകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ സുരക്ഷിതരായി ഈ ലോകത്ത് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. മിജ്ജൂരിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യുവതി യുവാക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താൻ വിരിച്ചിരിക്കുന്ന വഞ്ചനയുടെ ചതിക്കുഴിയായ ലവ് ജിഹാദിൻ്റെയും നാർക്കോട്ടിക് ജിഹാദിൻ്റെയും ഒക്കെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും കുഞ്ഞുങ്ങളും യുവജനങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ ശക്തികൾ തകർന്നടിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും
നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം, നമ്മുടെ എല്ലാ യുവജനങ്ങളോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സാത്താൻ്റെ എല്ലാ വഞ്ചനയിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയാൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകത്താൽ സംരക്ഷിതരും മോചിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.